ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ദ മദർ ട്രീ എന്നാണ്. മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ അല്ലേ? ട്രീ എന്ന് പറഞ്ഞാൽ മരം, നമുക്കറിയാം അല്ലേ? അപ്പോൾ ദ മദർ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ മരം അല്ലേ? അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ആണ് അല്ലേ? ഇപ്പം നമ്മൾ കുഞ്ഞിതാവുന്ന സമയത്ത് നമുക്കിപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാൻ കഴിയുമായിരുന്നോ? ഇല്ല. അപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നത് ആരാണ്? അമ്മയാണല്ലേ? അത് മാത്രമല്ല, നമ്മൾ സ്വന്തം കാലിൽ നടന്ന് തുടങ്ങിയത് തന്നെ അമ്മയുടെ കൈ പിടിച്ചിട്ടാണ് അല്ലേ? പിന്നെ നമ്മൾ പിച്ച വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കും അല്ലേ? പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും നമ്മളെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും നമ്മളെ കഴിപ്പിക്കുന്നതും എല്ലാം നമ്മളുടെ അമ്മയാണ് അല്ലേ? നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെ കൈ അതിലുണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അമ്മ നമ്മളെ സ്വന്തം കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തരാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്ത് ചെയ്യും? നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ച് തന്നിട്ട് നമ്മളെ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തരാക്കും അല്ലേ? അപ്പോൾ അതേപോലെയാണ് ഈ ഒരു അമ്മ മരവും അല്ലേ? ഈ അമ്മ മരത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് പ്രകൃതിയിൽ. കിളികളുണ്ട്, അണ്ണാന്മാരുണ്ട്, അതുപോലെ കുറേ തേനീച്ചകൾ, അതേപോലെ ചെറിയ ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അപ്പോൾ ഈ ജീവികളൊക്കെ നമ്മളുടെ ഈ ഒരു അമ്മമരത്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കിളികളാണെങ്കിൽ അവർക്ക് കൂട് വെക്കാൻ എന്ത് വേണം? മരം വേണം അല്ലേ? അവർക്ക് കൂട് വെച്ച് അതിൽ കുഞ്ഞുങ്ങളായി ഈ ഒരു കുഞ്ഞുങ്ങളെ സേഫായിട്ട് ആ അമ്മമരം കാത്തോളും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അമ്മ കിളിക്ക് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഒരു കിളികൾക്കും അതുപോലെ തന്നെ തേനീച്ചകൾക്ക്, അണ്ണാന്മാർക്ക്, അങ്ങനെ ഒരുപാട് ജീവികൾക്ക് പ്രകൃതിയിൽ ഈ ഒരു മരം അത്യാവശ്യം വലിയൊരു മരം ഒരു അമ്മയുടെ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് സ്റ്റോറി നോക്കിയാലോ? അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പോകുന്നതും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളും അതേപോലെ തന്നെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ഹാർമണിയാണ്. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റോറിയുടെ പേരെന്താണ്? ദ മദർ ട്രീ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. വേർ ആർ ദ സ്പാരോസ്? സ്പാരോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുവികൾ. കുരുവികൾ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചറിൽ നോക്കിയേ, എവിടെയാണ് സ്പാരോസിനെ നമ്മൾ കാണുന്നത്, കുരുവികളെ നമ്മൾ കാണുന്നത്? അതാ ആ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കൂടുണ്ട്. ആ കൂട്ടിനുള്ളിൽ നമ്മൾ കുരുവികളെ കാണുന്നുണ്ട് അല്ലേ? 3 സ്പാരോസ് ഉണ്ടല്ലേ? അപ്പോൾ നെസ്റ്റിൻ്റെ ഉള്ളിലാണ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിളിക്കൂട് അല്ലേ? അപ്പോൾ നെസ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്തിനെ കാണുന്നത്? സ്പാരോസിനെ കാണുന്നത്. വാട്ട് ആർ ദേ ഡൂയിങ്? ആ സ്പാരോസ് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിക്കുക കേട്ടോ. അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ ചിന്ത ഉണർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? കുട്ടികൾ പറയുമായിരിക്കും ചിലപ്പോൾ അവർ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രീനോട് സംസാരിക്കുകയാണ്. ആ ട്രീക്ക് മുഖമൊക്കെ ഉണ്ടല്ലേ? അതായത് നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, അത് സ്പാരോസിനെയാണ് നോക്കുന്നത്, ആ ഒരു ട്രീ. അപ്പം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കുട്ടികൾ ചിന്തിക്കുന്നത് പോലെ കേട്ടോ. അത് അവരോട് ചോദിക്കാം. വാട്ട് ടൈം ഓഫ് ദി ഡേ ഈസ് ഇറ്റ്? അപ്പം ഏത് സമയമാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കിയേ, അവിടെ എന്താ കാണുന്നത്? സൂര്യൻ ഉദിച്ച് വരുന്നത് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ രാവിലെ ആയിരിക്കും അല്ലേ ആ ഒരു സമയം വരിക? അത് മക്കളോട് പിക്ചർ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ഗുഡ് മോർണിംഗ് ലിറ്റിൽ ബേർഡ്സ്. ഗുഡ് മോർണിംഗ് പറയാണ് ലിറ്റിൽ ബേർഡ്സിനോട്, ആ കുഞ്ഞി സ്പാരോ കിളികളോട്, അതായത് കുരുവിക്കുട്ടികളോട് പറയുകയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. ആരാണ് പറയുന്നത്? ദ നീം ട്രീ ഗ്രീറ്റഡ് ദ സ്പാരോസ്. നീം ട്രീ. അപ്പം നമ്മളുടെ ഈ ഒരു പിക്ചറിൽ കാണുന്ന ട്രീ ഏതാണ്? നീമാണ്. നീം എന്ന് പറഞ്ഞാൽ വേപ്പ് അല്ലേ? വേപ്പിനാണ് നമ്മൾ നീം എന്ന് പറയുക. നമ്മളെങ്ങനെയാണ് ഒരു മരത്തിനെ മനസ്സിലാക്കുക? അത് വേപ്പാണോ അതോ തേക്കാണോ പേരയാണോ? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മെയിനായിട്ടും നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ ഇലകൾ നോക്കിയിട്ടാണല്ലേ? വേപ്പാണെങ്കിൽ കുഞ്ഞി ഇലയാണ് ഉണ്ടാവുക അല്ലേ? പേരേൻ്റെ ഇല എങ്ങനെയാണ്? കുറച്ചും കൂടെ വലിയ ഇലയാണ് അല്ലേ? അതും വേപ്പിൻ്റെ ഇല പോലെയാണോ? അല്ല, കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് കുറച്ച് വലിപ്പത്തിലാണ് ഉണ്ടാവുക അല്ലേ? ഇനിയിപ്പം പ്ലാവിൻ്റെ ഇല നോക്കിയാലോ, അതും വേറെ ഷേപ്പാണ് അല്ലേ? എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മെയിനായിട്ട് ഇല നോക്കിയിട്ടാണ്. തടിയിൽ വ്യത്യാസമുണ്ട്,
ഇല്ല എന്നല്ല. പേരേൻ്റെ തടിയും എന്താണ് വേപ്പിൻ്റെ തടിയും ഒരേപോലെയാണോ? അല്ല. അതായത് മരത്തിൻ്റെ ആ ഒരു എന്താണ് നമ്മൾ കാണുന്ന ഭാഗം ഒരേപോലെയാണോ? അല്ല. പക്ഷേ മെയിനായിട്ട് നമ്മൾ എന്താ നോക്കുക? ഇലയാണല്ലേ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് വേപ്പാണെന്ന് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. പ്രകൃതിയിലുള്ള ഓരോ എന്താണ് മരങ്ങളും ചെടികളും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇന്നതാണ് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് എ വണ്ടർഫുൾ മോർണിംഗ്, ലുക്ക് ഔട്ട്. എന്താ പറയുന്നത്? വാട്ട് എ വണ്ടർഫുൾ മോർണിംഗ്. വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത്ഭുതകരമായ അല്ലെ ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണെന്ന് പറയാണ്. ലുക്ക് ഔട്ട്, പുറത്തേക്ക് നോക്കാൻ പറയാണ്. ദ നീം ട്രീ ഷൂക്ക് ഇറ്റ്സ് ബ്രാഞ്ചസ്. നീം ട്രീ എന്ത് ചെയ്തു? ഷൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുലുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ ഷൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നീം ട്രീ എന്ത് ചെയ്തു? അതിൻ്റെ ബ്രാഞ്ചസ്, അതായത് അതിൻ്റെ ശിഖരങ്ങളൊക്കെ എന്ത് ചെയ്തു? കുലുക്കി അല്ലേ. കീ 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 ദ ബേർഡ്സ് പീപ്ഡ് ഔട്ട് ഓഫ് ദെയർ നെസ്റ്റ്. എന്താ പറയുന്നത്? കീ 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 എന്ന് പറഞ്ഞാൽ ആ പക്ഷിക്കുഞ്ഞുങ്ങൾ കരഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. ദ ബേർഡ്സ് പീപ്ഡ് ഔട്ട് ഓഫ് ദെയർ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പീപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, ആ ഒരു സ്പാരോസ് ഇങ്ങനെ എത്തി നോക്കുന്നത്, അതിനെയാണ് പീപ്ഡ് എന്ന് പറയുന്നത്. ദ ബേർഡ്സ് പീപ്ഡ്, ആ ബേർഡ്സ് എന്ത് ചെയ്തു? എത്തി നോക്കുകയാണ്. ഔട്ട് ഓഫ് ദെയർ നെസ്റ്റ്, എവിടെ നിന്നാണ്? അവരുടെ കൂടിനുള്ളിൽ നിന്ന്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിളിക്കൂട് കേട്ടോ. The sun's bright rays touched the green leaves. എന്താ പറയുന്നത്? ദ സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ കേട്ടോ. SUN ആണ് സണ്ണ്, SON അല്ല. SON എന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ എന്നുള്ള മീനിങ് ആണ്. SUN ആണ് സണ്ണ്, സൂര്യൻ. ഓക്കെ. സൺസ് ബ്രൈറ്റ് റേസ്, അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എന്താണ്? റേസ് എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ, നല്ല തിളക്കമുള്ള, അത് അല്ലെങ്കിൽ എന്താണ്? നല്ല പ്രഭയുള്ള സൂര്യരശ്മികൾ എന്തായി? ടച്ച്ഡ് ദ ഗ്രീൻ ലീവ്സ്, ആ ഒരു പച്ച ഇല. ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ കേട്ടോ. ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞാൽ പച്ച ഇലകളിൽ വന്ന് ചെയ്തു, അതായത് സ്പർശിച്ചു, അല്ലെങ്കിൽ എന്താണ്? തൊട്ടു എന്നാണ് പറയുന്നത്. ഇത് സൂര്യൻ ഉദിച്ചു, രാവിലെ ആയി എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കിയേ. വെർ ഈസ് ദ മദർ സ്പാരോ? അമ്മ കുരുവി. മദർ സ്പാരോ, സ്പാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുവി അല്ലേ. അപ്പോൾ അമ്മ കുരുവി എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. എവിടെയായിരിക്കും പോയത്? നമുക്ക് നോക്കാം. പേജ് നമ്പർ 49 നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മദർ സ്പാരോ ഡൂയിങ്? അമ്മക്കുരുവി എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആ ഒരു പിക്ചറിലേക്ക് നോക്കിയേ. അമ്മക്കുരുവി എന്താ ചെയ്യുന്നത്? ആ മരത്തിനോട് സംസാരിക്കുകയാണ് അല്ലേ. അതെ. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റോറി നോക്കാം. ഐ എം ഹംഗ്രി, മീ ടു മീ ടു. ഐ എം ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എനിക്ക് വിശക്കുന്നുണ്ട്. ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വിശന്നിരിക്കുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാണ്. മീ ടു, എനിക്കും വിശക്കുന്നുണ്ട് എന്ന് പറയാണ്. ആരാണ് ഈ പറയുന്നത്? ദ ലിറ്റിൽ സ്പാരോസ് ക്രൈഡ് ടുഗെദർ. ആരാണ് പറയുന്നത്? ലിറ്റിൽ സ്പാരോസ്, ആ കുഞ്ഞു കുരുവികളാണ് പറയുന്നത്. ക്രൈഡ് ടുഗെദർ, അവരൊരുമിച്ച് കരയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാണ്. ക്രൈഡ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ എം ഗോയിങ് ടു ഫെച്ച് സം ഫ്രൂട്ട്സ്, മദർ സ്പാരോ സെറ്റ്. എന്താ സംഭവിച്ചത്? അപ്പം മദർ സ്പാരോ പറയാണ് ഐ എം ഗോയിങ് ടു ഫെച്ച് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. സം ഫ്രൂട്ട്സ്, കുറച്ച് എന്താണ്? പഴങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരാം എന്ന് ആര് പറയാണ്? മദർ സ്പാരോ സെറ്റ്. അമ്മക്കുരുവി പറഞ്ഞു. നീം ട്രീ മൈ ചിൽഡ്രൻ ആർ അലോൺ. അപ്പോൾ നീം ട്രീനോട് നമ്മളുടെ ഈ ഒരു മദർ സ്പാരോ പറയുകയാണ്, നീം ട്രീ മൈ ചിൽഡ്രൻ ആർ എലോൺ. എൻ്റെ കുട്ടികൾ എന്താണ്? തനിച്ചാണ്. എലോൺ എന്ന് പറഞ്ഞാൽ തനിച്ച്. ഐ മേ ബി ലേറ്റ്, ഞാനൊരു പക്ഷേ എന്താണ്? വരാൻ വൈകിയേക്കും എന്ന് പറയാണ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ. ഷീ റിക്വസ്റ്റഡ്. എന്താണ്? പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ, നോക്കണേ, കെയർ ചെയ്യണേ എന്ന് പറയുകയാണ്. ഷീ റിക്വസ്റ്റഡ്. ആ ഒരു അമ്മയ്ക്കിൽ എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ് അല്ലേ ആ ഒരു മദർ സ്പാരോ. ഓ ഷുവർ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം. അപ്പോൾ ഈ ഒരു എന്താണ്? മദർ ട്രീ പറയുകയാണ്, ഓ ഷുവർ, ഉറപ്പായും, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം, ഞാൻ അവരെ എന്താണ്? കെയർ ചെയ്തോളാം, നോക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ്. ദ നീം ട്രീ നോഡഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. നോഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതഭാവത്തിൽ തല കുലിക്കില്ലേ, അതിനെയാണ് നോഡഡ് എന്ന് പറയുക. ദ നീം ട്രീ നോഡഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ബ്രാഞ്ചസ്, അതായത് അതിൻ്റെ എന്താണ്? കൊമ്പുകൾ, ശിഖരങ്ങളല്ലേ, ശിഖരങ്ങളൊക്കെ ഇങ്ങനെ എന്താണ്? സമ്മതഭാവത്തിൽ ഇങ്ങനെ തല കുലുക്കി എന്നുള്ളതാണ് പറയുന്നത്.
ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ദ മദർ സ്പാരോ സേ ടു ദ നീം ട്രീ? നീം ട്രീനോട് എന്താണ് മദർ സ്പാരോ പറഞ്ഞത്? എന്താണ്? മൈ ചിൽഡ്രൻസ് ആർ എലോൺ, എൻ്റെ കുട്ടികൾ തനിച്ചാണ്. ഐ മേ ബി ലേറ്റ്, ഞാൻ ലേറ്റ് ആവും. പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളെ നോക്കണേ. ഷീ റിക്വസ്റ്റഡ്. എന്നിട്ട് അവൾ അപേക്ഷിക്കുകയാണല്ലേ ചെയ്തത്. ഓക്കെ, വേർ വിൽ ദ മദർ സ്പാരോ ഗെറ്റ് ഫ്രൂട്ട്സ് ഫ്രം? അതായത് ഈ ഒരു മദർ സ്പാരോന് എവിടെ നിന്നായിരിക്കും ഫ്രൂട്ട്സ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 50 നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഈസ് ദ മദർ സ്പാരോ നൗ? ഇപ്പോൾ ആ ഒരു അമ്മക്കുരുവി എവിടെയാണുള്ളത് എന്നാണ് ചോദ്യം. എവിടെയാണുള്ളത്? ആ ഒരു പിക്ചറിലേക്ക് നോക്കിയേ, അമ്മക്കുരുവിനെ നമ്മൾ കാണുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലിയിലാണല്ലേ ഉള്ളത്. വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്വര അല്ലേ. അപ്പോൾ ഒരു താഴ്വരയിലാണ് ഈ ഒരു അമ്മക്കുരുവി ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോറി നോക്കാം. വാട്ട് എ നൈസ് വാലി. എന്താണ് നൈസായിട്ടുള്ള, എന്തൊരു ഭംഗിയുള്ള വാലിയാണ്, എന്തൊരു നല്ല താഴ്വരയാണ് എന്ന് പറയാണ്. നമ്മൾ ആ ഒരു വാലിയിൽ എന്തൊക്കെയാണ് കാണുന്നത്? ആ ഒരു താഴ്വരയിൽ ഒരുപാട് മരങ്ങളുണ്ടല്ലേ. പിന്നെ അതുപോലെ വേറെ കുറേ ബേർഡ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ എന്താണ് സ്ട്രീം ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. പിന്നെ എന്താണ് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു വാലിയാണല്ലേ ഇത്. റൈപ്പ് ഫ്രൂട്ട്സ് റെഡ് ആൻഡ് യെല്ലോ. എന്താ പറയുന്നത്? റൈപ്പ് എന്ന് പറഞ്ഞാൽ പഴുത്ത, അതായത് പാകമെത്തിയ ഫ്രൂട്ട്സ് ഉണ്ട്. ആൻഡ് റെഡ് ആൻഡ് യെല്ലോ, റെഡ് കളറിലും ഉണ്ട്, ചുവന്ന കളറിലും ഉണ്ട്, യെല്ലോ കളറിലും ഉണ്ട്. മെനി ട്രീസ്, ഒരുപാട് ട്രീസ് ഉണ്ട്. ടോൾ ആൻഡ് ഷോർട്ട്. ടോൾ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള, ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചെറുത് അല്ലേ, അതായത് നീളം കുറഞ്ഞ. ചെറുതുകൊണ്ട് വലുതുണ്ട് ട്രീസ്. ബ്യൂട്ടിഫുൾ ബേർഡ്സ്, നല്ല ഭംഗിയുള്ള ബേർഡ്സ് ഉണ്ട്, പക്ഷികളുണ്ടല്ലേ. ആൻഡ് ബട്ടർഫ്ലൈസും ഉണ്ട്, നല്ല ഭംഗിയുള്ള ബേർഡ്സും ബട്ടർഫ്ലൈസും ഉണ്ട്. റെഡ് ചെറി, പിന്നെന്താ ഉള്ളത്? റെഡ് ചെറീസ് ഉണ്ട്, ചെറി പഴങ്ങളുണ്ട്. മദർ സ്പാരോ ഫ്ലൂ ടുവേർഡ്സ് ദ ചെറി ട്രീ. മദർ സ്പാരോ, ഈ ഒരു അമ്മക്കുരുവി എന്ത് ചെയ്തു? ഫ്ലൂ ടുവേർഡ്സ് ദ ചെറി ട്രീ, ചെറി ട്രീൻ്റെ അടുത്തേക്ക് പറന്നുപോയി. താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് ഷീ സീ ദെയർ? എന്താണ് ആ ഒരു അമ്മക്കിലെ അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഡു യു ലൈക്ക് ചെറീസ്? നിങ്ങൾക്ക് ചെറി ഇഷ്ടമാണോ? വൈ? എന്തുകൊണ്ട്? ഡിഡ് യു ലൈക്ക് ദ പ്ലേസ്? നിങ്ങൾക്ക് ആ ഒരു സ്ഥലം ഇഷ്ടമായോ? വൈ? എന്തുകൊണ്ട്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിക്കാം കേട്ടോ. പേജ് നമ്പർ 51 നോക്കാം. ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ 2 അത് നോക്കാം. ഹൂ ആർ ദെയർ ഇൻ ദ പിക്ചർ? ആ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ആരൊക്കെയാണുള്ളത് എന്നാണ് ചോദിച്ചത്. ആരൊക്കെയുള്ളത് നോക്കിയേ. നമ്മളുടെ മദർ സ്പാരോ ഉണ്ട്. പിന്നെ ആരാണുള്ളത്? അവിടെ ഒരു ഗ്രീൻ കളറിലൊരു ബേർഡ് ഇരിക്കുന്നുണ്ടോ? അതാരാണ്? പാരറ്റ് അല്ലേ. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്ത. പിന്നെന്താണ്? ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടല്ലേ. പിന്നെന്താണ്? വാട്ട് ആർ ദ ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ഡൂയിങ്? ഈ ഒരു ബേർഡ്സും ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണികളെയാണ് ഇൻസെക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ ബേർഡ്സും ഇൻസെക്ട്സും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സ്റ്റോറി നോക്കാം. മദർ സ്പാരോ സാറ്റ് ഓൺ എ ബ്രാഞ്ച്. മദർ സ്പാരോ, ആ ഒരു അമ്മക്കുരുവി, സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഓൺ എ ബ്രാഞ്ച്, ഒരു എന്താണ് ശിഖരത്തിൽ, ആ ഒരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ അങ്ങനെ ഇരുന്നു. ഇറ്റ് വാസ് ഫുൾ ഓഫ് റെഡ് റൈപ്പ് ചെറീസ്. എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് ഫുൾ ഓഫ് റെഡ്. ഇത് മുഴുവനും, ഇത് നിറയെ, ആ ഒരു മരം നിറയെ എന്താണ്? ഫുൾ ഓഫ് റെഡ് കളറിലുള്ള, ചുമന്ന കളറിലുള്ള റൈപ്പ് ചെറീസ് ആണ്. അതായത് പാകമെത്തിയ, പഴുപ്പെത്തിയ എന്താണ്? ചെറി പഴങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. യം ഷീ സ്വോളോഡ് എ റെഡ് ചെറി. യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കുക, പക്ഷെ അത് ഒരു ചെറി കഴിക്കുന്നതന്നെയാണ് കേട്ടോ പറയുന്നത്. ഷീ സ്വോളോഡ് എ റെഡ് ചെറി. സ്വോളോഡ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, ഒരു റെഡ് ചെറി എന്ത് ചെയ്തു? വിഴുങ്ങി. ആര്? അമ്മക്കുരുവി അല്ലേ, വിഴുങ്ങി. യം ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ്, ദ പാരറ്റ് സെഡ്. അപ്പം യം വേറൊരാളോട് കഴിക്കുന്നുണ്ട്. ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ്, എന്തൊരു മധുരമാണ് ഇതിനെന്ന് പറയാണ്. ആരാണ് പറഞ്ഞത്? ദ പാരറ്റ് സെഡ്. പാരറ്റ് ആരാണ്? തത്ത അല്ലേ, തത്ത പറയാണ്. ലെറ്റ് മീ ടേക്ക് സം ചെറീസ് ഫോർ മൈ ചിൽഡ്രൻ. അപ്പോൾ മദർ സ്പാരോ പറയാണ്, ലെറ്റ് മീ ടേക്ക് സം ചെറീസ് എടുക്കട്ടെ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിപ്പഴങ്ങൾ എടുക്കട്ടെ എന്ന് പറയാണ്. മദർ സ്പാരോ പ്ലക്ഡ് എ ബഞ്ച് ഓഫ് ചെറീസ്. മദർ സ്പാരോ, ഈ ഒരു അമ്മക്കുരുവി എന്ത് ചെയ്തു? പ്ലക്ഡ് മീൻസ് എന്താണ്? പിന്നെ അങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതിന് പറയാണ്. ബഞ്ച് ഓഫ് ചെറീസ്. ബഞ്ച് എന്ന് പറഞ്ഞാൽ കുല, ഒരു കുല ചെറി പഴങ്ങൾ ഈ ഒരു അമ്മക്കിൽ എന്ത് ചെയ്തു? പ്ലക്ക് ചെയ്ത് എടുത്തു, അതായത് പറിച്ചെടുത്തു. താഴെ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് ദ മദർ സ്പാരോ ഹാപ്പി? ആ ഒരു അമ്മക്കുരുവി ഹാപ്പിയാണോ?
വൈ എന്തുകൊണ്ടാണ് ആമക്കുരുവി ഹാപ്പിയാണല്ലേ? കാരണം ചെറിപ്പഴങ്ങൾ അവർക്ക് കഴിക്കാനും പറ്റി, അതേപോലെ കുട്ടികൾക്ക് പറിച്ചെടുക്കാനും പറ്റി, അതുകൊണ്ട് ഹാപ്പിയാണ്. വൈ ഡിഡ് ദ മദർ സ്പാരോ പ്ലക്ക് എ ബഞ്ച് ഓഫ് ചെറീസ്? എന്തിനാണ് ഈ ഒരു ബഞ്ച് ഓഫ് ചെറീസ്, ആ ഒരു കുലച്ചെറി ഈ ഒരു കുരുവി പറിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്? അവരുടെ, അതായത് ആ ഒരു മദർ സ്പാരോൻ്റെ മക്കൾ വിശന്നിരിക്കുകയാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. പേജ് നമ്പർ 52 നോക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മദർ സ്പാരോ സീ? ആ ഒരു അമ്മക്കുരുവി എന്താണ് കാണുന്നത്? നമുക്ക് നോക്കാം. സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പുക അല്ലേ? ക്ലൗഡ്സ് ഓഫ് സ്മോക്ക് എന്ന് വെച്ചാൽ, ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങൾ അല്ലേ? അപ്പോൾ ഈ ഒരു സ്മോക്ക് കൊണ്ട്, പുകയുണ്ട് ഉണ്ടായ മേഘങ്ങളെയാണ് കേട്ടോ പറയുന്നത്. വേർ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം? അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? മദർ സ്പാരോ ലുക്ക്ഡ് അറൗണ്ട്. മദർ സ്പാരോ എന്ത് ചെയ്തു? ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കി. പാരറ്റ്സ് ആർ ഫ്ലൈയിങ് എവേ ഇൻ ഫിയർ. പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ തത്ത അല്ലേ? തത്തകൾ എന്താണ്? ആർ ഫ്ലൈയിങ് എവേ, പറന്ന് പോവുകയാണ്. ഇൻ ഫിയർ എന്ന് പറഞ്ഞാൽ ഭയത്തോടു കൂടി ഈ പാരറ്റ്സൊക്കെ, തത്തകളൊക്കെ ഇങ്ങനെ പറന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറുകയാണ്. ആനിമൽസ് ആർ റണ്ണിങ് ഹിയർ ആൻഡ് ദർ. ആനിമൽസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളല്ലേ? മൃഗങ്ങൾ എന്ത് ചെയ്യാണ്? റണ്ണിങ്, ഓടുകയാണ്. ഹിയർ ആൻഡ് ദർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ് പേടിച്ചിട്ടല്ലേ? ഈഗിൾസ് ആർ സ്ക്രീമിങ് ആൻഡ് മൂവിങ് അറൗണ്ട് ഇൻ ദ സ്കൈ. ഈഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരുന്തിനാണ് ഈഗിൾ എന്ന് പറയാം കേട്ടോ. ഈഗിൾസ് ആർ സ്ക്രീമിങ്, അവരിങ്ങനെ അലറി വിളിച്ച് എന്താണ്? പേടിയുണ്ട് എന്താണ്? ഇങ്ങനെ ശബ്ദമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൂവിങ് അറൗണ്ട് ഇൻ ദ സ്കൈ. അത് മാത്രമല്ല, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലേ? ആകാശത്ത് ഇങ്ങനെ എന്താണ്? റൗണ്ട് ചെയ്ത് എറൗണ്ട്, വട്ടമിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർ എന്താണ്? തീ എന്ന് പറയാണ്. മദർ സ്പാരോ ഹേർഡ് ദ ക്രൈ ഓഫ് ബേർഡ്സ് ആനിമൽസ്. അതായത് ഫയർ എന്ന് പറഞ്ഞിട്ട് ബേർഡ്സും ആനിമൽസും ഒക്കെ ഇങ്ങനെ പേടിച്ച് കരയുന്നത് ഇങ്ങനെ എന്താണ്? മദർ സ്പാരോ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വിൽ ദ മദർ സ്പാരോ ഡു? ആ ഒരു അമ്മക്കിളി എന്തായിരിക്കും ചെയ്യുക? ഉറപ്പായിട്ടും അമ്മക്കിളീൻ്റെ എന്താണ്? മക്കളുടെ അടുത്തേക്ക് പോവും അല്ലേ? മദർ സ്പാരോൻ്റെ മക്കളുടെ അടുത്തേക്ക് അതിനെ രക്ഷിക്കാൻ വേണ്ടി പോവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഡൂയിങ്? ആനിമൽസും ബേർഡ്സും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നാണ്. അവർ ആ ഒരു തീ പിടിച്ച ഭാഗത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ? ആർ യു അഫ്രൈഡ് ഓഫ് ഫയർ? നിങ്ങൾക്ക് എന്താണ്? തീ പേടിയുണ്ടോ? വൈ? എന്തുകൊണ്ട്? ഇത് കുട്ടികളോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്? ആകാംക്ഷയോട് കാത്തിരിക്കുകയാണല്ലേ ആ ഒരു അമ്മക്കിളി എങ്ങനെയായിരിക്കും തൻ്റെ കുട്ടികളെ ആ ഒരു ഫയറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഈ ഒരു സ്റ്റോറി കുറച്ച് ലോങ് ആണ്. അപ്പോൾ നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഇടുന്ന സമയത്ത് വലിയ വീഡിയോ പോവും, ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയിട്ട് മാറും. സോ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.